സദൃശ്യം. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. മാനവരാശിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിലെ ചില സാഹചര്യങ്ങളെ ഓർത്തിണക്കി ഈ ഉപമയുടെ ഒരു ദൃശ്യാവിഷ്കാരം എബനേസർ മാർത്തോമാ സുവിശേഷ സേവ്യാ സംഘം നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. 10 കന്യകമാർ. രാജാതിരാജൻ മഹേമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. രാജാതിരാജൻ മഹേമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. നമ്മൾ താമസിച്ചു പോയോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വന്നിട്ട് പോയെന്ന് തോന്നുന്നു. ഇതാണോ നമ്മുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലോ നമ്മൾ അവിശ്വാസികളാകരുത് എന്ന്. നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, വിശ്വാസ ജീവിതം നയിച്ചു, കർത്തൃഹിതത്തിനനുസരിച്ച് ജീവിച്ചു. ഇതൊക്കെ കർത്താവ് കേൾക്കാതിരിക്കുകയാണ്. ഇനിയും കുറച്ചു പേരോട് വരാനുണ്ടല്ലോ. അവർ വരാതിരിക്കുമോ? അതോ നമുക്ക് മുമ്പേ മണിയേറിൽ പ്രവേശിച്ചോ? ഇല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വരും, വരാതിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും കാണുന്നില്ലല്ലോ. വിശ്വാസികളെല്ലാം നേരത്തെ സീറ്റ് പിടിച്ചല്ലോ. എന്നാലും റോസമ്മേ, എന്റെ അടുത്തായിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. കഷ്ടം തന്നെ. നിങ്ങൾ എന്താ താമസിച്ചത്? ഓ, അവർക്ക് വണ്ടി കിട്ടി കാണത്തില്ലായിരിക്കും. നിങ്ങളെ പോലൊന്നും പാടി പാടി പോലും പോയി. എനിക്കാണ് ചുമ എന്തോ ചെയ്യണം. മണവാളൻ വരാൻ നമ്മളെ പോലെ തന്നെ കുറച്ച് ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. എന്താ പരിപാടി? ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോകണം, ഫേഷ്യലൊക്കെ ചെയ്യണം, ഷോപ്പിങ്ങിലേക്ക് ഒന്ന് പോകണം, പിന്നെ മാർക്കറ്റിൽ പോകണം, കുറച്ച് മട്ടനും ചിക്കനും ഒക്കെ മേടിക്കണം, ബിരിയാണി ഉണ്ടാക്കണം, സവായി കഴിക്കണം, ഉറങ്ങണം. എന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വീഡിയോസ് എടുക്കണം, റീൽസ് ഇടണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം. ഓ, എനിക്ക് പറയാനേ വയ്യ. ഭയങ്കര ബിസിയാണ്. ഭയങ്കര ബിസിയാ. അവരുടെ വീട്ടിൽ കോഴിനെ മേടിച്ചു അതിന്റെ പപ്പും കൂടെ വെച്ച് കഷ്ടപ്പാടാക്കി പാത്രത്തിൽ വേണ്ട വീഡിയോ എടുത്ത് പോരാതെ ലോകം മൊത്തം സുഖമാണോ 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 എന്നൊരു തിരക്ക്. അതാ ഭയങ്കര ബിസി. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. എനിക്കറിയാം. മുറ്റത്തെ മുല്ലയ്ക്ക് അല്ലേലും മഴ കിട്ടും. നിങ്ങൾ ആരും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് പിന്നെ പ്ലേ ബട്ടൺ വരുന്ന വഴിയാണ്. പ്ലേ ബട്ടൺ തട്ടിന്റെ ബട്ടൺസ് ആയിരിക്കും. എന്തോ ചൂടാണല്ലോ ഈ പ്രാവശ്യം. റൂം മൊത്തം AC ആണ്. അത് AC ആണെന്ന് പറ്റുന്നില്ല. ഇത്രയും സമയം നമ്മളിനി എന്താ ചെയ്യും? നമ്മൾ എന്തായാലും ഞങ്ങൾ അന്ന് പോയിട്ട് തിരക്കുണ്ട് കേട്ടോ. ഇന്നലെ പോയിട്ട് വേണം ബാക്കി സൈലന്റ് ആയിട്ട് വാങ്ങാൻ. കത്താവാണെങ്കിൽ ഇഷ്ടമല്ല പോയാ കാര്യം നമ്മളെന്തായാലും കണ്ടുപിടിയതല്ലേ. നമുക്കൊരു സെപ്പറേറ്റ് അച്ഛൻ കത്തി കൊണ്ടൊന്ന് എല്ലാവർക്കും പോസ്റ്റ് ചെയ്യണേ.
മാറ്റിവെച്ച് പ്രിയനെ കാത്തിരിക്കാം. ഇല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണയെല്ലാം തീർന്നു പോകും, തിരിയും കെട്ടുപോകും. സഹോദരിമാരെ, നമുക്ക് കുറച്ചു സമയം പ്രാർത്ഥിക്കാം, തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. അതിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ന് രണ്ടുപേർ വഴിയിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു കുടിക്കല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നതിനെ നിങ്ങൾ അറിയാഴികൊണ്ട് ഉണർന്നിരിക്കുകയും കള്ളം വരുന്നയാമായി ഇന്നതന്നെ തുടവൻ അറിയുമെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും നാടിനെ മനുഷ്യകൂട്ടനും വരുന്നത് കൊണ്ട് നിങ്ങളും ബുദ്ധിയിരിക്കും. സഹോദരിമാരെ, ഞങ്ങളുടെ വിളക്കിലെ എണ്ണ തീർന്നുപോയി. ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് എണ്ണ തരാമോ? സഹോദരിമാരെ, ഞങ്ങളോട് പെടുക്കം തോന്നല്ലേ. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാം. അതുകൊണ്ട് നിങ്ങളുടെ കടയിൽ പോയി വാങ്ങിക്കണം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പണ്ടെന്നെ വെല്ലുവിളിച്ച് പറഞ്ഞ ഇവരോട് ചോദിക്കല്ലേ പണ്ടൊന്ന് ചോദിച്ചതാ, കൊടുത്ത് ചരിത്ര ഒട്ടുമില്ല. നമുക്ക് പോയി വരെ പണി നോക്കാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വിശ്വാസികൾ. ശരിയാ, നമ്മൾ മാർക്കറ്റിൽ പോയി എണ്ണ മേടിക്കാം. നമുക്ക് ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ BMW ഓ, അതാകുമ്പോ എണ്ണയിലേക്ക് മണ്ണെണ്ണയിലേക്ക് കിട്ടുമല്ലോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നാ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ. നിങ്ങളെല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൽ ഒരുക്കിയിരിക്കുന്ന മണിയറയിൽ നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അവർ ആദ്യ പള്ളിയിൽ സീറ്റ് പിടിച്ചു കാണും. അതാ ഇനി നമുക്കൊരു ചിക്കന്റെ എല്ല് പോലും കിട്ടത്തില്ല അവരുടെ അടുത്തുനിന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വാതിലടച്ചേക്കുവാൻ തോന്നല്ലോ. ഞാൻ എന്നാലും ഒന്ന് മുട്ടി നോക്കാം. കർത്താവേ, ഞാൻ ഷെറിൻ, എന്നെ അറിയുന്നില്ലയോ? ഷെറിനോ? നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. കർത്താവേ, കർത്താവിന് മാത്രമേ ഉള്ളൂ എന്നെ അറിയാത്തത്. ഈ ലോകം മൊത്തവും എന്നെ അറിയുന്നുണ്ട്. ഷെറിൻ സ്പോർഗേ, ഇത് വലിയ കഷ്ടമാണേ കർത്താവേ. ഈ ലോകം മുഴുവൻ നിന്നെ അറിയുമായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ. അങ്ങോട്ട് മാറി. കർത്താവ് വാതിൽ അടിച്ചെടുക്കുന്നതിന് അറിയിച്ചു പോയില്ല. ഒരാളൊരു
ഷെറിൻസ് ബ്ലോഗ്. കർത്താവേ, ഞാൻ ജിനിയാണ്, എന്നെ അറിയത്തില്ലേ? ജിനിയോ? നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. എന്താ മനസ്സിലാക്കി പറയുന്നത് കർത്താവേ? ഇതിപ്പോ കൊയൽപാടി ഇറങ്ങിയതാണോ? പോരാത്തതിന് ഈ പള്ളിയിലെ സൺഡേ സ്കൂൾ ടീച്ചറാ, കൊയലുണ്ട്, യൂത്തിലുണ്ട്, സേവ സംഘത്തിലുണ്ട്, പിന്നെ എന്റെ അച്ചാച്ചന്റെ അറിയത്തില്ല ആരുമില്ല. ഞാൻ ഇവിടുത്തെ മെയിനാ കർത്താവേ, മെയിൻ. നിന്റെ ഇടവകയും യുവജന സഖ്യവും സേവികാ സംഘവും കൊയറും സൺഡേ സ്കൂളും എല്ലാം ഞാൻ അറിയുന്നു. എന്നാൽ നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. മാറിയേ, ജൂനിയറൊക്കെ അങ്ങനെ മാറിയേ. സീനിയറായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കർത്താവേ, കർത്താവേ, എന്നെ അറിയത്തില്ലേ? ഞാൻ ജിൻസി റെജിയാണ്. ജിൻസി റെജിയോ? നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. എന്നെ അറിയില്ലെന്നോ? ഞാൻ സേവികാ സംഘത്തിലെ സെക്രട്ടറി ആണ് കർത്താവേ. സ്ഥിരമായി പോയി വന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇവരെ എല്ലാം ഞാൻ എന്റെ കാറിലെ കർത്താവേ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നേ. നീ അനേകം കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു, എന്നാൽ വേണ്ട കാര്യം അന്വേഷിച്ചില്ല. അതിനാൽ ഞാൻ നിന്നെയും അറിയുന്നില്ല. ഇങ്ങോട്ട് മാറി. ഈ ജിനിയെ ഷെറിനെ ഒന്നും കർത്താവ് അറിയത്തില്ല. കർത്താവ് എന്നെ അറിയുമായിരിക്കും. കർത്താവേ, ഷൈനിയെ കർത്താവേ. ഷൈനിയോ? നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. കർത്താവേ, ഞാൻ ഈ ഇടവകയ്ക്ക് വേണ്ടി അനേകം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കർത്താവേ. അതുകൂടാതെ ഞാൻ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും പ്രയർ മീറ്റിംഗിന് വരികയും ഞാൻ എല്ലാവർക്കും വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യും കർത്താവേ. അതുകൂടാതെ ഞാൻ ഇടവകയുടെ കേന്ദ്ര പ്രതിനിധിയാണ് കർത്താവേ. ഞാൻ അവിടെ പോയി ഇലക്ഷന് പോയിട്ട് ഇപ്പൊ വോട്ടിട്ട് വന്നതേയല്ല കർത്താവേ. എന്നിട്ട് നീ എന്നെ അറിയത്തില്ലേ? നീ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഹൃദയം കൊണ്ട് എന്നെ അന്വേഷിച്ചില്ല. അതിനാൽ നിന്നെയും ഞാൻ സ്വീകരിക്കുന്നില്ല. എന്നെയും അറിയത്തില്ല. പിന്നെ അമ്മമ്മയുടെ റിപ്പോർട്ട്. കർത്താവേ, കർത്താവേ, ഞാൻ ടീന സാൻഡോ. എന്നെ അറിയത്തില്ലേ? ടീനയോ? ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ. കർത്താവേ, ഈ ഗോവയിൽ നീ പൂനെ വന്ന് ഈ ഇടവകയുടെ സേവിയ സംഘത്തിന്റെ ട്രസ്റ്റിയായി ഈ സഹോദരിമാരെയൊക്കെ സഹിച്ചും ക്ഷമിച്ചും പെടാപാടുപെട്ടു ദൈവമേ. എന്നിട്ടും കർത്താവ് എന്നെ അറിയത്തില്ലേ? നിനക്ക് പല ദേശവും പല ഭാഷകളും അറിയുമായിരിക്കും, പക്ഷേ എന്നെ യഥാർത്ഥമായി നീ മനസ്സിലാക്കിയില്ല. അതിനാൽ നീയും ഇവിടെ പ്രവേശിക്കില്ല. ഇങ്ങോട്ട് പോരെ, നമ്മള് KFC പോയി എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ച് വീട്ടിൽ പോകാം. നിൽക്കൂ. നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? മറ്റു കന്യന്മാരടക്കമല്ലോ ഞാൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ നാളും നാഴികയും അറിയായി കൊണ്ട് ഉണർന്നിരിപ്പേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. കർത്താവേ, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ഞങ്ങളെയും സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. വിളിച്ചുപോയി. കർത്താവേ, നിന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശികളാക്കി ഞങ്ങളെയും ചേർത്ത് കൊള്ളണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ അഭിലാഷങ്ങളും ഞങ്ങളിൽ നീക്കി കളയണമേ. നിന്റെ രാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ലോകത്തിന്റെ വലയത്തിലകപ്പെട്ട് ഭൗതിക സൂര്യൻ തേടി അലയുമ്പോൾ അനുഭവിച്ച് ദൈവത്തിൽ അഭയം പ്രാപിപ്പാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കുവാനുള്ള യോഗ്യതകളല്ല. ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചു വിശുദ്ധ ജീവിതം നയിച്ചു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും എബരേസർ സേവിയാ സംഘത്തിന്റെ ക്രിസ്മസ് ആശംസകൾ.